എൻ്റെ ദൈവമേ, ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ ഗൈസ്, അൺബിലീവബിൾ ആണ്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് റിസൾട്ട്സ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര റിസൾട്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന്. എൻ്റെ പണ്ടത്തെ വീഡിയോസ്, എൻ്റെ പണ്ടത്തെ പിക്സൊക്കെ വേണമെങ്കിൽ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. എൻ്റെ പണ്ടത്തെ പിക്സ് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുടി ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഗൈസ്, മുടി നല്ലോണം വളരാൻ തുടങ്ങി. പെട്ടെന്നാണ് വളരുന്നത്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വളരുന്നത്. അതുപോലെ വളരെ മാത്രമല്ല, എനിക്കിങ്ങനെ ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങി. എൻ്റെ ഈ സൈഡിലൊന്നും അധികം പിമ്പിൾസ് എന്ന് വെച്ചാൽ ഹെയർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ലോണം മുടി വളരുന്നുണ്ട് ഗൈസ്. പിന്നെ ടെക്സ്ചറും മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സംഭവമാണിത്, അടിപൊളി സംഭവമാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാനിതെന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അത് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കലും മാത്രം, എല്ലാ ഞായറാഴ്ചകളിലും മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് അടിപൊളി റിസൾട്ടാണ്. നല്ലോണം മുടി വളരും, ഞാൻ ഗ്യാരണ്ടി ഗൈസ്. അത്രയ്ക്ക് അടിപൊളി സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുടി കൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലും പിന്നെ മുടി വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. നല്ലോണം മുടി വളരും, ഞാൻ തെളിവാണ് ഗൈസ്. ഡോക്ടർ ഷർമിക തരുൺ പറഞ്ഞു ഉള്ളൊരു ഹോം റെമഡിയാണിത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ടും, വളരെ സിമ്പിളാണ്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, സ്കാൽപ്പിൽ യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻ, അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കാൽപ്പിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഈ സ്കാൽപ്പിൽ ഭയങ്കര ഇച്ചിനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറി നല്ലോണം ഒരു ഹെൽത്തി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വിറ്റാമിൻ ഇ ഓയിൽ ഹെൽപ്ഫുള്ളാണ്. എന്നിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ എടുക്കുന്ന, നിങ്ങളിപ്പോൾ ഏത് ഓയിലാണോ ഹെയറിൽ എടുക്കുന്നത് ആ ഓയിൽ എടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള റോസ്മേരി ഓയിലാണ്. ഈ റോസ്മേരി ഓയിൽ ഒരു മിറാക്കിൾ ഓയിലാണ് കേട്ടോ. ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അടിപൊളി ഓയിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഓയിലും കൂടി ഇട്ടിട്ടാണ് കേട്ടോ എൻ്റെ മുടി നല്ലോണം തന്നെ വളർന്നതെന്ന് തന്നെ പറയാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് മിറാക്കിൾ ഒരു സംഭവമാണിത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലായാലും ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ റോസ്മേരി ഓയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ. ഞാനിപ്പോൾ തവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ട് ആ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഓയിൽ ഇതിൽ വെള്ളത്തിൽ വെച്ച് നല്ലോണം ചൂടാക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വെറുതെ ഓയിൽ തലയിലിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ എല്ലാ ദിവസവും ഓയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം നമുക്ക് ഓയിലിംഗ് ചെയ്താൽ മതി ഹെയറിൽ. അത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ ഒരു ഹോട്ട് ഓയിൽ ചെയ്യണത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ട് ഒരുപാട് ചൂടും ആവണ്ട, ജസ്റ്റ് നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ നമ്മൾ ഓയിലുണ്ടല്ലോ, ഈ ഓയിൽ ആ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇടാൻ പറ്റില്ലല്ലോ. നമുക്ക് പറ്റുന്ന ഒരു ചെറിയൊരു ചൂടാവുമ്പോഴേക്കും നമുക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയിൽ നമ്മുടെ പോസൊക്കെ നല്ലോണം ഓപ്പൺ ആയിട്ട് നല്ലോണം ഈ ഓയിലുണ്ടല്ലോ, ഓയിൽ നല്ലോണം ഇറങ്ങി അതിൻ്റെ ബെനിഫിറ്റ് ഒരു ഡബിളായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും, ഈ ഹെയർ ഗ്രോത്ത് ഡബിളാവും, അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് തിളച്ചിട്ട് ഒരുപാട് ചൂടാവേണ്ട, ഒരു അത്യാവശ്യം ചൂടാവുമ്പോഴേക്കും നമുക്കതെടുത്തിട്ട് ഈ ഒരു ക്യാപ്സ്യൂൾ, ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മതി, 1-2 എടുത്താലും കുഴപ്പമില്ല, അതിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോ വകച്ചിൽ ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ ഓരോ കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെ നമ്മുടെ മുടി എവിടെയൊക്കെയാണോ കൊഴിയുന്നത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഓയിൽ ഇടാൻ
എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ കുറച്ച് മുടി കുറവാണ്, പക്ഷേ ബാക്കിലേക്ക് കുഴപ്പമില്ല. പക്ഷേ മുടിയുടെ ഫ്രണ്ടിൽ കണ്ടില്ല, അത് ഞാൻ സ്മൂത്തനിങ് ഒക്കെ ഒരു ടൈമിൽ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ചെയ്യാറില്ല, കുറേ നാൾ മുമ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഹെയർ ഫോൾ നല്ലോണം ഉണ്ടായി. അത് ഫ്രണ്ടിലാണ് കൂടുതൽ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ മുടി കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും മുടിയുടെ ആ ഫ്രണ്ടിലാണ് കൂടുതൽ ഓയിൽ ഇടാറ്. അപ്പം അവിടെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പം നിങ്ങളുടെ മുടിയിൽ എവിടെയൊക്കെയാണോ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെയൊക്കെ നല്ലോണം ഇടാം. മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇടാൻ നോക്കാം കേട്ടോ. മുടിയിൽ സ്ട്രാൻഡ്സിൽ പിന്നെ എക്സസ് ആയിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ സ്കാൽപ്പിലാണ് മെയിനായിട്ട് ഇടേണ്ടത്. അപ്പം സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോണം ഇടുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് നേരം നല്ലോണം തന്നെ മസാജ് ചെയ്യുക കേട്ടോ. നല്ലോണം തന്നെ മസാജ് ചെയ്യണം. നമ്മുടെ മുടി ഡെയിലി മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നല്ലോണം മുടി വളരും. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ഡെയിലി ഒന്ന് മസാജ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇൻവേർഷൻ മെത്തേഡിലൊന്ന് മസാജ് ചെയ്യണത് നല്ലതാണ്. അതായത് മുടി ഇങ്ങനെ കമത്തിയിട്ടിട്ട് നല്ലോണം മസാജ് ചെയ്യണതും ഈ നമ്മുടെ ഹെയർ വളരാൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ മസാജ് ചെയ്താൽ കുറച്ചും കൂടി வெள்ளக்கரு வந்துட்டு நீங்கள் கொஞ்சம் இப்போ பாய்ஸ்னா ஒரு வெள்ளக்கரு, கேர்ள்ஸ்னா வி ஹேவ் லாங் ஹேர்ஸுங்கிறதுனால நீங்கள் வந்துட்டு 2 முட்டை வெள்ளக்கரு போட்டுக்கலாம். ஒரு முட்டை வெள்ளக்கருக்கு ஒரு டீஸ்பூன்ஸ் ஆர் டேபிள் ஸ்பூன் ஆஃப் கர்ட் நீங்கள் யூஸ் பண்ணிக்கலாம். இல்லை 2 முட்டைனா 2 டேபிள் ஸ்பூன் போட்டு பீட் பண்ணக்கூடாது. கிருன்னு போட்டு அரைக்கிறதுலாம் இல்லை, கையிலேயே இப்படி எடுத்து விடணும். லைட்டாக மைல்டாக இது பண்ணிவிட்டு முடியில் வந்துட்டு சென்டராக வாகு எடுத்துகிட்டு, இப்போ நான் சென்டராக சும்மா எடுக்கிறேன். அந்த പേസ്റ്റ് വന്നിട്ട് இப்படி എടുത്ത് സ്കാൽപ്പിൽ அப்படியே തേക്കണം இப்படி. അപ്പോൾ നമ്മൾ ആ ഹെയർ ഓയിൽ ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇടാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇടുന്നത് എന്താണ്, ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഹെയർ മാസ്ക് ആണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഹെയർ മാസ്ക് ആണ് കേട്ടോ നമ്മൾ ഇടാൻ പോണത്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ മിക്കപ്പോഴും ഇടാറുള്ളതുമാണ്. പക്ഷേ ഡോക്ടറും നല്ലോണം സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. സൂപ്പർ എഫക്റ്റീവാണ്. അതും ഡെയിലി ഒന്നും ചെയ്യണ്ട, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യാറുള്ളൂ. ഇത് ഇങ്ങനെ നമ്മൾ എന്താണ് പ്രോട്ടീൻ ഒരു ഹെയർ മാസ്ക് ആണിത്. നമ്മളിപ്പോൾ പാർലറിലൊക്കെ ഇങ്ങനെ പ്രോട്ടീൻ സ്പായൊക്കെ ചെയ്യൂലേ, ആ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ. അത്രയും ക്യാഷൊന്നും മുടക്കാണ്ട് തന്നെ നാച്ചുറലി നമ്മുടെ ഹെയർ ഹെൽത്തി ആക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഉള്ളൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇത്. ഇതിൽ പറയുന്നത് ഒരു നമുക്ക് നമ്മുടെ ഹെയറിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1-2 മുട്ട എടുക്കാം, എഗ് വൈറ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കേട്, അത് ഒരുപാട് കേട് ഒഴിക്കേണ്ട, ഒരു 2 ടീസ്പൂൺ മാത്രം കേട് ഒഴിച്ചിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അതും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഓരോ വകച്ചിലെടുത്തിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ തന്നെ, അതും നല്ലോണം സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യാനാണ് പറയണത്. ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ഇതൊരു ഹെയർ സ്പാ ഇട്ട എഫക്റ്റ് ആയിക്കോട്ടോ നമുക്ക് കിട്ടുക. അത്രയ്ക്ക് അടിപൊളി സംഭവമാണ്. വേറെ ഒന്നും വേണ്ട, ഒരു മുട്ടയും കുറച്ച് കേടും മാത്രം മതി. നല്ല എഫക്റ്റീവാണ്. അതേപോലെ മുടി വളരാനും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, ഇച്ചിനെസ്സും മാറി, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതും മാറി. നല്ല എഫക്റ്റീവായിട്ടൊരു ഹെയർ മാസ്ക് ആണിത്. വളരാനും നല്ലതാണ്. മുടിയിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസ് മാറ്റാനായിട്ട് ഒരു നമ്പർ 1 സൊല്യൂഷനാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറലി മുടിക്ക് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇതുവഴി കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. ഒരു 20 മിനിറ്റ് നേരം വെച്ചാൽ മതി. മാക്സിമം അരമണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും വെക്കരുത്. എന്നിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഷാമ്പും കണ്ടീഷണറും വെച്ച് കഴുകി കളയാവുന്ന കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ മാസ്കും പിന്നെ ഓയിലിങ്ങും ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് അറിയിക്കാം. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ അതേവരെ ടാറ്റാ.